സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം നിനക്കുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ അധികാരിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഫൗസ്റ്റീനാമ്മയുടെ ഡയറി വായിച്ച സമയത്ത് അതിന്റെ അകത്തൊരു സുന്ദരമായ കാര്യം, അതായത് ഒത്തിരി സ്വർഗീയ ദർശനങ്ങള് ഫൗസ്റ്റീനായുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രപഞ്ചത്തില് ആദത്തിന്റെ ഹവ്വായുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും എല്ലാത്തിനും മനുഷ്യരോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം യജമാനനാണ് മനുഷ്യൻ. എല്ലാത്തിനും ഈ ജീവജാലങ്ങൾക്കും മനുഷ്യരോട് ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തു പറ്റി? നമ്മൾ പാപം ചെയ്തതോടുകൂടി നമുക്കുണ്ടായിരുന്ന കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ജീവജാലങ്ങൾക്കൊന്നും നമ്മളോട് ഒരു ബഹുമാനമില്ല. ഈ ജീവജാലങ്ങൾക്കൊന്നും നമ്മളോട് ഇപ്പൊ ഒരു സ്നേഹമില്ല. നമ്മള് ഇവയേക്കാൾ കെട്ട അവസ്ഥയിലാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം 2-ാം അധ്യായം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 7 and 8. 2-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം. നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്നു, വായിച്ചാലോ. ദൂതന്മാരെക്കാൾ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു. 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങളുടെ കീഴിലാക്കി. എല്ലാം അവന്റെ അധീനമാക്കിയപ്പോൾ അവന് കീഴ്പ്പെടുത്താത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം മനുഷ്യനാണ് നൽകിയത്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ, ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മളെ ചവിട്ടി നടക്കുന്നതാണ് സങ്കടകരമായ കാര്യം, അല്ലെ? സങ്കടകരമായ കാര്യം. സങ്കീർത്തനത്തിലോട്ട് ഒരു വചനം കൂടെ പഠിച്ചാലോ. സങ്കീർത്തനം 8-ാം അധ്യായം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 8, 8-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം തിരുവചനം. സങ്കീർത്തനം ചാപ്റ്റർ 8 വേഴ്സ് 5 and 6. 8-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനം. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. 6-ാം വചനം വായിച്ചേ. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവൻ ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. അങ്ങനെ നമുക്ക് അവകാശം നൽകപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പാപകരമായ അവസ്ഥയിലൂടെ പോയപ്പോൾ സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തു. നമ്മൾ അടിമയായി പോയി. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയ രക്ഷ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ആ കുരിശു മരണത്തിലൂടെ സാത്താന്റെ നാരകീയ ശക്തിയെ അവിടെ എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്തു, നമ്മളെ രക്ഷിച്ചെടുത്തു. ഇപ്പൊ നമ്മള് യേശുവിന്റെ സ്വന്തമാണ്. വിശ്വസിക്കുന്നവര് പറഞ്ഞേ ആമേൻ ആമേൻ ആമേൻ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 12. നമുക്കറിയാവുന്ന ഒരു വചനമാണ്. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. 12-ാം അധ്യായം 12-ാം തിരുവചനം. അതിനാൽ സ്വർഗ്ഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. അടുത്ത വചനം വായിച്ചേ.
ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി കേട്ടോ, ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച് നിങ്ങളുടെ അടുത്തേക്ക്, എന്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേച്ചി അടുത്തിരിക്കുന്ന ആളെ നോക്കുവാണ്. ഇതല്ലെന്ന് നിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ ഇരിക്കുന്ന ആളല്ലെന്ന്, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ പിശാച് പല തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വചനം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാകും. ഇതൊരു യുദ്ധഭൂമിയാണെന്ന് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 50. 3-ാം അധ്യായം 15-ാം വചനം ഒന്ന് വായിച്ച്. 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ഒരു യുദ്ധമുഖം തുറക്കപ്പെട്ടു. സാത്താനെതിരായിട്ടുള്ളൊരു യുദ്ധം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? നിനക്ക് ഈ ഭൂമിയിൽ ഒരു യുദ്ധഭൂമിയിലാണെന്നുള്ള അവബോധം വേണം. നിന്റെ ശത്രു ആരാണെന്ന് നീ അറിഞ്ഞിരിക്കണം. ശത്രുവിനെതിരെ ആയുധങ്ങൾ നീ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ കയ്യിൽ ഒരു തോക്കുണ്ടെന്ന് വിചാരിച്ചോ, അത് പൊട്ടിക്കാനും നിനക്കറിയാം. പക്ഷേ ആർക്കെതിരെയാണ് പൊട്ടിക്കേണ്ടെന്ന് അറിയാൻ പാടില്ലെങ്കിൽ എന്ത് കാര്യം? കയ്യിൽ തോക്കിരിപ്പുണ്ട്, ആയുധം കയ്യിലുണ്ട്, വെടിവെക്കാനും അറിയാം. ഇത് ആർക്കെതിരെ വെടിവെക്കണമെന്ന് അറിയാൻ പാടില്ലെന്ന്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ, വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് തിന്മയ്ക്കെതിരെയാണ്. വ്യക്തി